Parashiraja Senior Secondary School since 2015. Play class to +1. Affiliated to CBSE. Equal importance to scholastic and co-scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value-based education. Eco-friendly campus with a beautiful butterfly garden. Play classes KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kuttambulli, Thiruvillamala. ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മിക്കെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടിൻചിറ സ്വദേശി ആലായിക്കൽ അബ്ദുൾ അസീസ് രംഗത്ത്. കൃത്രിമ രേഖകൾ ചമയ്ക്കുന്നതിൽ വലിയ മിടുക്കാണ് സെക്രട്ടറിക്കെന്നും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചത് മൂലം തനിക്കെതിരെ വനിതാ കമ്മീഷനിൽ പരാതി നൽകിയതായും അതിന് പഞ്ചായത്തിലെ 22 വാർഡുകളിലെയും മെമ്പർമാർ കൂട്ടുനിന്നതായും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ചേലക്കര പഞ്ചായത്തിലെ സെക്രട്ടറി ജയലക്ഷ്മി മാഡം ആള് കൊണ്ടാഴി പഞ്ചായത്തിൽ ഇരിക്കുന്ന സമയത്ത് 3 ടേമായിട്ട് ഇരുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ 22/7/2019 മുതലുള്ള 7/7/2021 വരെ ഉള്ള കാലയളവിൽ സ്വന്തം ഭർത്താവിന് വേണ്ടി കേരാകുന്നത്ത് ആ പാറമലയുടെ തൊട്ട് വനഭൂമി കയ്യേറി ഗസ്റ്റ് ഹൗസ് പണിയുകയും അതിലേക്ക് 9 ഇലക്ട്രിക് പോസ്റ്റുകൾ യാതൊരു അനുമതിയുമില്ലാതെ പാറമലയിൽ കൂടെ ഡ്രില്ല് ചെയ്ത് കമ്പിയിട്ട് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ ഇട്ട് 9 ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ട് സ്ഥാപിച്ച് അതിൽ കണക്ഷൻ എടുക്കുകയും അത് വീടിൻ്റെ പെർമിറ്റ് അപേക്ഷയിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടാഴി വില്ലേജിൽ 13.07/PL-T8 വാർഡ് നമ്പർ 11 സർവേ നമ്പറിൽ ഷെഡ് പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണെന്ന് ആയതിന് വീട്ടു നമ്പർ അനുവദിച്ചു വരണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ടുള്ള ഒരു അപേക്ഷയാണ്. നമ്മൾ സാധാരണ ഒരു വ്യക്തി ഒരു വീട് പണിയണമെങ്കിൽ നമ്മൾ ആദ്യം അതിന് പെർമിറ്റ് അപേക്ഷ കൊടുക്കണം. ഇനി പെർമിറ്റ് അപേക്ഷ കൊടുത്തിട്ട് അത് അനുമതി വാങ്ങിയിട്ട് വേണം വീട് പണിയാൻ. ഇനി പെർമിറ്റ് അപേക്ഷ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അതേ ഫോമിൽ തന്നെ ആ പെർമിറ്റ് ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് റെഗുലേഷൻ എന്നുള്ളതുണ്ടാവും. പെർമിറ്റ് ബാർ റെഗുലേഷൻ ആയിരിക്കും ആ ഫോമിൽ ഉണ്ടാവുക. അപ്പോൾ അത് പെർമിറ്റ് വെട്ടിയിട്ട് നമ്മൾ റെഗുലേഷൻ അപ്ലൈ ചെയ്യണം. അത് നിയമപ്രകാരം ഒരു സ്ക്വയർ ഫീറ്റിന് 3 ഇരട്ടി ചാർജ് ചെയ്യണം. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 100 രൂപയാണ് ചാർജ് എങ്കിൽ അത് 300 രൂപ ഫീസ് കെട്ടിയിട്ട് ഇതിനെ റെഗുലേഷൻ ചെയ്യാം. അത് ചെയ്തിട്ടില്ല. അതുകൂടാതെ ഒരു ഷെഡ് പണി പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുള്ളൂ. അവർക്ക് ഒല്ലൂക്കരയിൽ ഒരു വീടുണ്ട്. ഇവിടെ അതൊരു ഔട്ട് ഹൗസ് പോലെയാണെന്ന് പണിക്കുന്നത്. ഒരു ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ അതുണ്ട്. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അതൊന്നുമല്ല. ഒരു 2.7 മീറ്റർ നീളം, 2.7 മീറ്റർ വീതി, 1.4 മീറ്റർ വീതിയിലൊരു ബാത്റൂമും 2.2 മീറ്റർ വീതിയുള്ള ഒരു ബാത്റൂമും. ഇത് ചെറിയ ഒരു 100 സ്ക്വയർ ഫീറ്റും കൂടി വരുന്നില്ല. അതിലൊരു ഷെഡ് പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ നമ്പറിനെ അപേക്ഷിക്കുന്നത്. അങ്ങനെയുള്ള അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ പാർപ്പിടാവശ്യത്തിന് കൊടുക്കുക? പാർപ്പിടാവശ്യത്തിനെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ വീട്ടാവശ്യം എന്ന് പറഞ്ഞ് കൊടുത്താലേ വീട്ടു നമ്പർ കിട്ടുള്ളൂ. അതിന് നമ്മൾ സെപ്റ്റി ടാങ്കുകൾ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ കിച്ചൺ കാര്യങ്ങളൊക്കെ അതിൽ വരണം. എന്നാലേ പാർപ്പിടാവശ്യം വരുള്ളൂ. ഞാൻ 2024 ഇതിൻ്റെ കറൻറ്റ് നോട്ട് ഫയലിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ 2021-22 പണിതുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് 2024 അതിൻ്റെ രേഖ തന്നില്ല? അത് സംഗതി 2020 ഇപ്പം അവർ കൃത്യമായിട്ട് രേഖ ഉണ്ടാക്കിയതാണ്. എനിക്ക് തന്നത് വെറും ഒരു ചെറിയൊരു ഷെഡിൻ്റെ 2.7 മീറ്റർ നീളം, 2.7 മീറ്റർ വീതിയുള്ള ഒരു റൂമും 1.4 മീറ്റർ നീളം, 2.2 മീറ്റർ വീതിയുള്ള 1.4 വീതിയും 2.2 നീളമുള്ള ഒരു ബാത്റൂമും ഒരു ചെറിയ ഒരു ഷെഡിൻ്റെ ആണ്. അതിൻ്റെ രേഖകളാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ രേഖകൾ പ്രകാരമാണ് ഞാൻ ഈ പരാതി പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഫയൽ നമ്പർ കൊണ്ടാഴി പഞ്ചായത്ത് കൃത്രിമമായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇത് A to Z ആളുകൾ പഞ്ചായത്ത് മുതൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വരെ ഇതെല്ലാവരും ചെയ്യണം. ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നമ്മൾ എന്ത് പരാതി ചെയ്താലും അത് പുറത്തു വരില്ല. ഇവരെല്ലാം ഒരു ഒറ്റക്കെട്ടാണ്. നമ്മൾ ഇനി വിജിലൻസ് കോടതിയിൽ പോയിട്ടും കാര്യമില്ല. PC 17 അമെൻമെൻറ്റ് ആക്ട് പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ നമുക്ക് പ്രോസിക്യൂഷൻ ചെയ്യാൻ പോകാൻ പറ്റില്ല. ഇത് കൂടാതെ ഞാൻ ഈ അഴിമതി നിരന്തരം, അപ്പോൾ സെക്രട്ടറി കൊണ്ടാഴി പഞ്ചായത്തിലെ സെക്രട്ടറി ഗുരുതര തിരിമറിയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതുമല്ല, ആള് ഇപ്പോൾ നമ്മൾ ഇവിടെ ചേലക്കര ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ടിൽബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ ഒരു പരാതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ അംഗീകൃത സ്ഥാപനമാണെന്നതും അത് മേൽവാട വാങ്ങിക്കാതെ നിങ്ങൾ സർക്കാർ അതിനൊരു വാടക നിശ്ചയിച്ച് വാടക കുറച്ച് കൊടുത്ത് കുട്ടികളുടെ ഫീസ് ഇളവ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ പരാതി ഉണ്ടായിരുന്നു. അതിൽ ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട്
അത് സൂര്യ ഹോട്ടൽ നടത്തിയത് ശശീന്ദ്രനായിരുന്നു. ശശീന്ദ്രൻ്റെ പേരിൽ ഒരു വാടക കരാർ ഉണ്ടാക്കി ഇവർ കളവായിട്ട് സെക്രട്ടറി ഉണ്ടാക്കിയതാണ്. എന്നതിന് ശേഷം ഈ സെലീന അബ്ബാസ് ടിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന അവിടുത്തെ സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ട് ഇവർ തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് അയച്ചു. ഇവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 2024 ഫെബ്രുവരി 26 മുദ്രപത്രം വാങ്ങുകയാണ്. ഫെബ്രുവരി 26 2024 മുദ്രപത്രം വാങ്ങിയിട്ട് ഒരാഴ്ച ബാക്കിലേക്ക് 19 ഇവർ കരാർ ചെയ്ത് എന്തും മണ്ടത്തരം പ്രവൃത്തി ചെയ്ത്. അതിപ്പോൾ ഞാൻ 2ാം പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി പോയിട്ട് ഇതിൻ്റെ പകർപ്പെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രശ്നങ്ങളാണ്. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഞാനൊരു സെക്രട്ടറിനെ ജീവിതത്തിൽ കണ്ട് കൃത്രിമ രേഖകൾ ചമയ്ക്കാൻ ഇതേപോലെ ഒരു കഴിവുള്ള ഒരു മേഡത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചത് മൂലം തനിക്കെതിരെ വനിതാ കമ്മീഷനിൽ പരാതി നൽകിയതായും അതിന് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിലെയും മെമ്പർമാർ കൂട്ടുനിന്നതായും അബ്ദുൾ അസീസ് പറയുന്നു. ഇപ്പോൾ വനിതാ കമ്മീഷനിൽ എനിക്കെതിരെ പരാതിയുണ്ട്. ഞാൻ പഞ്ചായത്തിൽ നിരന്തരം കളവായിട്ടുള്ള പരാതികൾ പഞ്ചായത്തിനെതിരെ ചെയ്യാണ്. വിവരാവകാശ അപേക്ഷകൾ നിരന്തരം വയ്ക്കുകയാണ്. പിന്നെ സെക്രട്ടറിക്കെതിരും കുടുംബത്തിനും പരാതി ചെയ്യാണ്. പിന്നെ ഞാൻ ചായക്കടയിലൊക്കെ ഇരുന്നിട്ട് ഇവരൊക്കെ അപവാദം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിശയം എന്താ വെച്ചാൽ 22 വാർഡ് മെമ്പർമാരും അതിനെ അംഗീകരിച്ചു എന്നുള്ള കമ്മിറ്റി കൂടി തീരുമാനം ഉണ്ടായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഒരു വാർഡ് മെമ്പർ പോലും അത് അയാളുടെ അവകാശമാണ്. വിവരാവകാശ അപേക്ഷ വയ്ക്കുന്ന അഴിമതിക്കെതിരെ പോരാടാൻ അയാളുടെ അവകാശമാണ് വെച്ചിട്ട് അത് പരാതി ചെയ്തിട്ടില്ല. ഞാൻ ഈ അഴിമതിക്കെതിരെ പോരാടുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി ഇരിക്കാം. മുഖ്യമന്ത്രിക്ക് വനിതാ കമ്മീഷനിൽ ഇവരെന്ത് പരാതിയിട്ടും കാര്യമൊന്നുമില്ല. സത്യം വിജയിക്കുള്ളൂ. എത്ര വർഷം കഴിഞ്ഞാലും സത്യം പുറത്തു വരും. 50 വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ തരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954.